Hi students. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് ആയിരുന്നു. ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് ROC മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കൺസെപ്റ്റിലേക്കാണ്. ഓക്കെ ഓക്കെ ഇറ്റ് ഈസ് യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം. യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ the unilateral Laplace transform is applied to the signals that are causal. Okay, so ഈ ലാപ്ലാസ് യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് സിഗ്നൽസിനാണ്? അതായത് കോസൽ സിഗ്നൽസിനാണ്. അതായത് കോസൽ സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിഗ്നലിന്റെ വാല്യൂ ലെസ് ദാൻ 0 അതായത് നെഗറ്റീവ് വാല്യൂസിൽ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് സിഗ്നൽസ്, അതാണ് കോസൽ. അതായത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഓക്കെ, ടൈം 0യിൽ നിന്ന് താഴെ നെഗറ്റീവിലോട്ട് പോകുന്തോറും സിഗ്നലിന്റെ വാല്യൂ 0 ആവുന്ന ടൈപ്പ് സിഗ്നൽസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസൽ സിഗ്നൽസ്. ഇനി അങ്ങനെയുള്ള സിഗ്നൽസ്, അതായത് വൺ സൈഡഡ് സിഗ്നൽസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ വൺ സൈഡഡ് സിഗ്നൽസിന്റെ കേസിലാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് അതിന്റെ സാമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസും കൂടെ നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഫൈൻഡ് ദ യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് സിഗ്നൽ ഈസ് x of t is equal to cos omega 0 t, and second signal is x of t is equal to sin omega 0 t. Okay, first signal നോക്കാം. x of t is equal to cos omega 0 t. See, omega 0 t, omega 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഫ്രീക്വൻസി ആണ് അല്ലേ? ഒരു ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ ഇതിന് പകരം കോസ് ബി ടി എന്നോ അങ്ങനെ എന്ത് വേണേലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരാം. ഓക്കെ, ഇവിടെ ഒമേഗ 0 എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഇതുവരെ ഇപ്പൊ നമ്മൾ ചെയ്ത എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇ റേസ്റ്റ് ടേമിലാണ് കിട്ടിയിരുന്നത് അല്ലേ? സോ ഇ റേസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലേ? നമ്മുടെ ഇക്വേഷനകത്ത് തന്നെ അത് ഇ റേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും അതിനെ ഇ റേസ്റ്റ് ടേമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, സോ കോസ് ഒമേഗ 0 ടി, അതായത് കോസ് എക്സ് ആ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. കോസ് എക്സിനെ ഇ റേസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. ഇറ്റ് ഈസ് 1/2 ഇ റേസ് ടു ജെ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ എക്സ്, വേർ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് എന്താണ്? ഒമേഗ 0 ടി. ഓക്കെ, സോ എക്സിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി? ഒമേഗ 0 ടി. അപ്പൊ നമുക്ക് എക്സ് ഓഫ് ടി എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ 0 ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ടി. ഓക്കെ, സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കോസൽ സിഗ്നലിന്റെ കേസിൽ മാത്രമാണ്. ഇനിഷ്യലി നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതിയത് എന്താണ്? എക്സ് ഓഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്. ഇനി യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ്? അത് വൺ സൈഡഡ് സീക്വൻസ് ആണ്, പോസിറ്റീവ് സൈഡഡ് ആണ്. അപ്പൊ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് പോസിറ്റീവ് സൈഡിലേക്ക് ലിമിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ലിമിറ്റ് എന്താവും? 0 ടു ഇൻഫിനിറ്റി, അതായത് സിഗ്നലിനെ ഒരു യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ ഇഫക്റ്റ് ആണ് യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സിഗ്നൽ പകുതിയാവുകയാണ്. ഓക്കെ, 0 ടു ഇൻഫിനിറ്റി. അപ്പൊ നമ്മുടെ യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity x of t e raised to minus s t dt. Unilateral Laplace transform is applied only for causal signals. അതുകൊണ്ടാണ് 0 to infinity ലിമിറ്റ് ആയത്. ഇനി അപ്പൊ നമ്മുടെ എക്സ് ഓഫ് ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ എക്സ് ഓഫ് ടി എന്താണ്? ഹാഫ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ 0 ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സോ രണ്ട് കോമ്പിനേഷൻ സിഗ്നലാണ്. 1/2 ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അത് ഇന്റഗ്രലിന് വെളിയിലെടുത്തു. എന്നിട്ട് ഒന്നും കൂടി സിഗ്നൽ ഇതേപടി എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇന്റഗ്രലായിട്ട് എടുത്തു. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് കോമൺ ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ 1/2 ഉണ്ട്. ഇനി ഈ ഇന്റഗ്രലിനെ ഞാൻ റീറൈറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഫോമാറ്റിൽ എസ് മൈനസ് അല്ലെങ്കിൽ എസ് പ്ലസ് ഫോമാറ്റിൽ ആക്കാൻ വേണ്ടി ആക്കി. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ ചെയ്ത അതേ സ്റ്റെപ്പാണ്. അതേ രീതിയിൽ ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. സോ ഫൈനലി എനിക്ക് എന്ത് കിട്ടി? 1/2 ഇൻറ്റു 1/s മൈനസ് ജെ ഒമേഗ 0 പ്ലസ് 1/s പ്ലസ് ജെ ഒമേഗ 0. ഓക്കെ, ഇതാണ് എനിക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം, എക്സ് ഓഫ് എസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തപ്പോൾ കിട്ടിയത്. ഇനി എന്താണ്? ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, സോ അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് s by s minus j omega 0
ഇൻറ്റു എസ് പ്ലസ് ജെ ഒമേഗ സീറോ എന്നൊരു ഫോമാറ്റിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഈ ഒരു ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോമാറ്റ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എസ് ബൈ എസ് സ്ക്വയർ മൈനസ് ജെ ഒമേഗ സീറോ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ജെ ഒമേഗ സീറോ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും. ഇനി ജെ സ്ക്വയർ എന്താണ്? -1 ആണ്. സോ ആ -1 വരുമ്പം ഈ ഒരു ടേം എന്താവും? നമുക്കത് പ്ലസ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫൈനലി നമ്മുടെ സിഗ്നലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ സീറോ ടി എന്ന് പറയുന്നത് എന്ത് കിട്ടി? അതിനകത്ത് എന്ത് കോൺസ്റ്റന്റ് ആണോ ഉള്ളത് അത് ഒമേഗ സീറോ ആയിരുന്നു. ഒമേഗ സീറോ. ഇനി എന്താണ്? ഒമേഗ സീറോ ആണ് നമ്മുടെ സിഗ്നലിനകത്തെ കോൺസ്റ്റന്റ്. സോ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ. ഇനി കോസ് ബി ടി എന്നായിരുന്നെങ്കിലോ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വന്നേനെ. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. കോസിന്റെ ലാപ്ലാസ്, കോസ് ടേമിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ്? സൈനിന്റെ. വി നീഡ് ടു ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം, യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ സീറോ ടു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സൈനിനെ ഇറേസ്ഡ് ഫോമിൽ മാറ്റാൻ നമ്മുടെ കയ്യിൽ ഒരു ഫോമുല ഉണ്ട്. 1/2j ഇറേസ്ഡ് ജെ എക്സ് മൈനസ് ഇറേസ്ഡ് മൈനസ് ജെ എക്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയതുകൊണ്ട് 0 to ഇൻഫിനിറ്റി ആണ് നമ്മുടെ ലിമിറ്റ്. എന്നിട്ട് അതിൽ നമ്മുടെ എക്സ് ഓഫ് ടി അപ്ലൈ ചെയ്യുന്നു. ഇനി ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതുന്നു. റിമെമ്പർ, ഈ കോൺസ്റ്റന്റ് കോമൺ ആണ്. 1/2j ഈ രണ്ട് സിഗ്നലിനും കോമൺ ആണ്. ഇനി എന്താണ്? അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നു. ദെൻ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടുന്നു. 1/s plus j omega 0 minus 1/s minus j omega 0. ഫസ്റ്റ് തൊട്ട് മുന്നത്തെ കോസിന്റെ ചെയ്ത പോലെ തന്നെയാണ്. കോൺസ്റ്റന്റിന്റെ കേസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി അത് അറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതുന്നു. പിന്നെ ഇവിടുത്തെ ആ ഒരു ഇക്വേഷനകത്ത് ഫസ്റ്റ് കേസിൽ പ്ലസ് ആയിരുന്നു, ഇവിടുത്തെ മൈനസ് ആണ്. ആ ഒരു ചേഞ്ചും വരും. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിലാണ് ചേഞ്ചസ് വരുന്നത്. ഡിനോമിനേറ്റർ 2j ഒമേഗ 0 വരും. പിന്നെ അത് തമ്മിൽ ക്യാൻസൽ ആയി. ഇവിടെ ഒരു 1/2j കോമൺ ഉണ്ടായിരുന്നു. അത് തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ റിമൈനിങ് ഇങ്ങനെ വരും. അത് നമ്മൾ എന്ത് ചെയ്യും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. സോ നമ്മൾ അത് വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഒമേഗ 0 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇനി ജെ സ്ക്വയർ -1 ആവുമ്പോൾ ഈ ഇതിന്റെ മിഡിലിൽ വരുന്ന ആ പോർഷൻ പ്ലസ് ആവും. സോ ഫൈനലി നമുക്ക് സൈനിന്റെ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ 0 ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ലീനിയാരിറ്റി, ടൈം ഡിഫറൻസിയേഷൻ, ടൈം ഇന്റഗ്രേഷൻ, ടൈം ഷിഫ്റ്റിംഗ്, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്, ടൈം സ്കെയിലിംഗ്, ഡിഫറൻസിയേഷൻ ഇൻ എസ് ഡൊമൈൻ, ടൈം കൺവല്യൂഷൻ, പിന്നെ ഇനിഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈനൽ വാല്യൂ തിയറം. സോ അതൊക്കെ എങ്ങനെ വരും നോക്കാം. സോ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത്, സോ നമുക്ക് ടൈം ഡൊമൈനിലാണ് നമുക്ക് ഇനിഷ്യലി സിഗ്നൽ തരുന്നത്. നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഫ്രീക്വൻസി ഡൊമൈൻ, അതായത് എസ് ഡൊമൈനിലാക്കുന്നു. സോ ടൈം ഡൊമൈനിലുള്ളതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, അതായത് ഈ ഒരു സെക്കൻഡ് കോളത്തിലുള്ളതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ തേർഡ് കോളത്തിന് ഇക്വലന്റ് ആയിരിക്കും. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു x1 ഓഫ് ടി പ്ലസ് ഓർ മൈനസ്, പ്ലസും ആവാം മൈനസും ആവാം എന്ന് പറയുന്നത്, പ്ലസ് ബി ഇൻറ്റു x2 ഓഫ് ടി എന്ന് പറയുന്നത്, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു x1 ഓഫ് എസ് പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു x2 ഓഫ് എസ്. ഇനി നമ്മൾ ലീനിയാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു തിയറം ഉണ്ടായിരുന്നല്ലോ, സൂപ്പർ പൊസിഷൻ തിയറം. അതേ കാര്യം തന്നെയാണ്. വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്സ് വിൽ ബി ഈക്വൽ ടു വെയ്റ്റഡ് സം ഓഫ് ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഇൻപുട്സ്. സോ x1 ഓഫ് ടിയുടെ ട്രാൻസ്ഫോം x1 ഓഫ് എസ്, x2 ഓഫ് ടിയുടെ ട്രാൻസ്ഫോം x2 ഓഫ് എസ്, ആ ഒരു ഫോമാറ്റിലാണ്. സോ ദിസ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ തിയറം. ഓക്കെ, സോ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഇനി ടൈം ഡൊമൈൻ ഡിഫറൻസിയേഷന്റെ കാര്യമാണ്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡി വൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡി വൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് സീറോ. സോ എക്സ് ഓഫ് എസ് എന്ന് പറയുന്ന എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഇത് എക്സ് ഓഫ് സീറോ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ഓഫ് ടിക്കകത്ത് ടൈം ഇൻസ്റ്റന്റ് 0 ആകുമ്പോഴത്തെ വാല്യൂ. ഓക്കെ,
സോ എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് എസ്. ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിക്കകത്ത് ടി സീറോ ആകുമ്പോഴത്തെ വാല്യൂ ആണ്. സോ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് സീറോയ്ക്ക് ഇക്വലൻ്റ് ആണ്. ഇത് നമുക്ക് ഒരു ഡി ബൈ ഡി ടിക്ക് പ്രത്യേകിച്ച് സിംഗിൾ പവർ, അതിന്റെ പവർ ഓർഡർ എന്ന് പറയുന്നത് 1 ആണെങ്കിലാണ്. ഇനി ഓർഡർ കൂടി കൂടി വരാം. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ വരുമ്പോൾ നമുക്കത് കൂടി വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡി റേസ് ടു എൻ ബൈ ഡി ടി റേസ് ടു എൻ ഓഫ് എക്സ് ഓഫ് ടി വിൽ ബി ഇക്വലന്റ് ടു എന്താണ്? എസ് റേസ് ടു എൻ എസ് റേസ് ടു എൻ എക്സ് ഓഫ് എസ് മൈനസ് എസ് റേസ് ടു എൻ മൈനസ് 1 എക്സ് ഓഫ് സീറോ മൈനസ് എക്സെട്ര മൈനസ് ഡി റേസ് ടു എൻ മൈനസ് 1 ബൈ ഡി ടി റേസ് ടു എൻ മൈനസ് 1 എക്സ് ഓഫ് സീറോ. ഇതാണ് ഡിഫറൻഷ്യൽ പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ടൈം ഡൊമെയിൻ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. ഇനി ടൈം ഇന്റഗ്രേഷൻ പ്രോപ്പർട്ടി. ഇന്റഗ്രൽ ഓഫ് എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലന്റ് ആണ്? എക്സ് ഓഫ് എസ് ബൈ എസ് പ്ലസ് ഇന്റഗ്രൽ എക്സ് ഓഫ് ടി ഡി ടി ഡിവൈഡഡ് ബൈ എസ്. ഇനി ആ ടി എവിടെ, ടിയുടെ വാല്യൂ എന്താണ്? അറ്റ് ടി ഈക്വൽ ടു 0. ഇതാണ് ടൈം ഇന്റഗ്രേഷൻ പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ടൈം ഷിഫ്റ്റിംഗ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി, നമ്മളിപ്പോൾ ഇതുവരെ എക്സ് ഓഫ് ടിയുടേതേ പറഞ്ഞുള്ളൂ. ഇനി ടൈം ഷിഫ്റ്റഡ് സിഗ്നൽ ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? ഇറേസ് ടു മൈനസ് എസ് ടി സീറോ എക്സ് ഓഫ് എസ്. ഓക്കെ, സോ ഇനി അടുത്തത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടിയുടെ കൂടെ ഒരു ഫ്രീക്വൻസി ടേം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം എക്സ്പോണൻഷ്യലിന്റെ പവർ ആണ്. ഓക്കെ, അത് പവറിൽ വരുന്നതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. സോ ഇ റേസ് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് എസ് പ്ലസ് എ ആയിരിക്കും. ഇനി ടൈം സ്കെയിലിംഗ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എ ടി എന്ന് പറയുന്നത് എന്താണ്? വിൽ ബി ഈക്വൽ ടു 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എക്സ് ഓഫ് എസ് ബൈ എ ആയിരിക്കും. ഇനി ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ, ആ ഒരു പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ, അതായത് ഡിഫറൻസിയേഷൻ ഇൻ എസ് ഡൊമെയിൻ, അതായത് ഡി ബൈ ഡി എസ് ഓഫ് എക്സ് ഓഫ് എസ്. എസ് ഡൊമെയിനിലെ ഡിഫറൻസിയേഷൻ എന്ന് ചെയ്യുമ്പോൾ അതായത് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ പറഞ്ഞത് ടൈം ഡൊമെയിനിലെ ഡിഫറൻസിയേഷൻ ആണ്. ഇനി ഇത് ഫ്രീക്വൻസി ഡൊമെയിനിലെ ഡിഫറൻസിയേഷൻ ആണ്. ഫ്രീക്വൻസി ഡൊമെയിനിലേത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. ടൈം ഡൊമെയിൻ ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇറ്റ് വിൽ ബി മൈനസ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? മൈനസ് ടി ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് ഡി ബൈ ഡി എസ് ഓഫ് എക്സ് ഓഫ് എസ് കിട്ടണം. ഇനി ടൈം ഡൊമെയിൻ കൺവല്യൂഷൻ, എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ടൈം ഡൊമെയിനിലെ കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമെയിനിലെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെ ഇനി ഇനിഷ്യൽ വാല്യൂ തിയറം. ലിമിറ്റ് ഇനിഷ്യൽ വാല്യൂ തിയറം എന്താണ് പറയുന്നത്? ലിമിറ്റ് ഇനിഷ്യൽ വാല്യൂ എന്താണ്? ടൈമിന്റെ 0 ആണ്. So initial value theorem states that limit t tends to 0 x of t will be equal to limit s tends to infinity s into x of s. So left side x of t ആണ്, right side x of s ആണ്. ഇനിഷ്യൽ വാല്യൂ തിയറം ആവുമ്പോൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. t tends to 0 ആണ്. ഇനി 0യിൽ നിന്ന് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? s tends to ഇൻഫിനിറ്റിയിലേക്ക്. ഫൈനൽ വാല്യൂ തിയറം പറയുന്നത് ഫൈനൽ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ അപ്പം നമ്മുടെ ഈ ഫസ്റ്റിലത്തെ ലിമിറ്റ് എന്താവും? ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. അപ്പുറത്ത് അതായത് ആർ എച്ച് എസ് സൈഡിൽ വരുമ്പോൾ എന്ത് വരും? എസ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് രണ്ടും കൂടെ ഇന്റർ കണക്ട് ചെയ്ത് പഠിക്കും. ഇതിനെല്ലാം കറസ്പോണ്ടിങ് എന്താണ് പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ അതും കൂടി നോക്കുക. ഓക്കെ, താങ്ക് യു.